ടീമിന് ഒരു ചെറിയ പണി കൊടുത്തിരിക്കുകയാണ് അവിടെ സാബു അവിടെ ഇരുന്ന് പവർ ടീമിന്റെ അടുത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ പവർ ടീം ഫുഡ് മാറ്റി വെച്ചതിനെ കുറിച്ചാണ് അവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. അവിടെ ഫ്രൂട്ട്സ് ഒക്കെ മാറ്റി വെച്ചതും ഫുഡ് ഐറ്റംസ് മാറ്റി വെച്ചതും അതൊക്കെ എന്തിനാണെന്നാണ് സാബു അവിടെ ചോദിച്ചത്. അപ്പൊ പവർ ടീം പറഞ്ഞ റീസൺ ഇവിടെ ഭയങ്കര മോഷണമാണ്, മോഷ്ടിച്ചുകൊണ്ട് എല്ലാവരും എടുത്തുകൊണ്ട് പോകുന്നു. അപ്പൊ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കിട്ടുന്നില്ല. അപ്പൊ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ സാബു പറഞ്ഞു, അങ്ങനെ ഈ ഒളിപ്പിച്ചു വെച്ചിട്ട് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് പുറത്ത് തന്നെ വെക്കണം. എന്നിട്ട് ആരാണ് മോഷ്ടിച്ചതെന്ന് കണ്ടുപിടിച്ചിട്ട് അവർക്ക് പനിഷ്മെന്റ് കൊടുക്കണം. എന്നിട്ട് അവർക്ക് ബോധ്യപ്പെടുത്തണം എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കാനുള്ളതാണ് എന്നുള്ളത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇവർ പറയുന്നത്, അല്ല പവർ ടീമിന്റെ ഉള്ളിൽ നിന്ന് അവർ മോഷ്ടിച്ച് കഴിഞ്ഞിട്ട് അവരത് രാത്രി അവര് അത് ഉണ്ടാക്കി അല്ലെങ്കിൽ കുക്ക് ചെയ്തതിന് ശേഷം എല്ലാവർക്കും ബാക്കിയുള്ള എല്ലാവർക്കും കൊടുത്തിട്ട് പവർ ടീം അറിയാതെ കഴിക്കലാണ് അവരുടെ പതിവ് എന്ന് പറഞ്ഞു. അപ്പൊ എടുത്ത വഴിക്ക് സാബുമോൻ ചോദിച്ചു, അല്ല അപ്പൊ അതിന് മോഷണം എന്ന് പറയാൻ പറ്റില്ലല്ലോ, എല്ലാവർക്കും അവർ കൊടുക്കുന്നുണ്ട്, എല്ലാവരും അത് കഴിക്കുന്നുണ്ട്, പിന്നെ എങ്ങനെയാണ് അത് മോഷണം എന്ന് പറയാൻ പറ്റുക എന്ന് ചോദിച്ചു. അപ്പൊ അവര് സംഭവം ട്വിസ്റ്റ് ചെയ്തു, അല്ല ചിലർക്കൊന്നും കിട്ടുന്നില്ല, ശരി അപ്പൊ അത് മോഷണം തന്നെ എന്ന് സാബു പറഞ്ഞു. എങ്കിൽ പിന്നെ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? സാധാരണ പവർ ടീമിന് പവറിന്റെ അധികാരമുണ്ട്, അപ്പൊ അത് പുറത്ത് തന്നെ വെക്കണമെന്നാണ് എന്റെ അഭിപ്രായം. പുറത്ത് വെച്ചിട്ട് അതാരാ എടുത്തതെന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവ് പവർ ടീമിന് ഉണ്ടായിരിക്കണം. കണ്ടുപിടിച്ചിട്ട് അവരെ ശിക്ഷിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അല്ലാതെ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ട് ഈ ചെയ്യുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല എന്നാണ് സാബുവോട് പറഞ്ഞത്. എന്നിട്ട് സാബു പറയുന്നുണ്ട്, നിങ്ങളൊന്നില്ലെങ്കിൽ പവർ ടീമിന്റെ പവർ കാണിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേടിയാണ്, അതാണ് ഞാൻ വിചാരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞു. പവർ ടീം ആകെ കുഴപ്പത്തിലായി പോയി, എന്ത് ചെയ്യുമെന്നുള്ള ആശയക്കുഴപ്പം. അവരിരുന്ന് ആലോചിച്ചു, എന്താണ് സാബു ചേട്ടൻ അങ്ങനെ പറഞ്ഞത്? അപ്പൊ നമ്മൾ ഇനി അങ്ങനെ ചെയ്യണം എന്നാണോ സാബു ചേട്ടൻ ഉദ്ദേശിക്കുന്നത്? ഇനിയിപ്പോൾ എന്തായാലും ഗസ്റ്റ് ഉള്ള ഈ സമയത്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നാറിപ്പോവും, അതുകൊണ്ട് ഇപ്പൊ വേണ്ട, ഗസ്റ്റ് പോയി കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാല്ലേ എന്ന് പറയുന്നുണ്ട് അവരിവിടെ നിന്നിട്ട്. എന്തായാലും ഒരു ചൂണ്ടെറിഞ്ഞു നോക്കിയതാണ് സാബു, അതിലെന്തായാലും അവർ വീണിട്ടുണ്ട്. വീടിനുള്ളിൽ എപ്പോഴും മോഷണം നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഫ്രൂട്ട്സ് ഒക്കെ പവർ റൂമിൽ കൊണ്ടുവച്ചിരിക്കുകയാണ് അവര്. എന്നിട്ട് എണ്ണത്തിന് ഓരോരുത്തർക്ക് ആവശ്യത്തിന് എടുത്ത് കൊടുക്കുന്നുണ്ട് അവര്. പക്ഷേ പവർ റൂമിന്റെ പവർ കാണിക്കേണ്ടത് ഇങ്ങനെയല്ലല്ലോ. അപ്പൊ അതിനുള്ളൊരു ചൂണ്ട എറിഞ്ഞു നോക്കിയതാണ്. എന്തായാലും ആ ചൂണ്ടയിൽ പവർ റൂം ഒന്ന് കൊത്തിയിട്ടുണ്ട്. ഈ കൊത്തലൊന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പൊരിഞ്ഞടി നടക്കുന്ന സാബുവിന് നല്ല ഐഡിയ ഉണ്ട്. അത് തന്നെയാണ് സാബു എറിഞ്ഞു നോക്കിയതും.